വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കുട്ടൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒരു രാവിലെ ടു ഒരു 10 മണി ടു ഒരു ഈവനിങ് 3-3:30-4 മണി വരത്തേക്കുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം അരി ഉഴുന്നൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മഴക്കാലമാണ് പെട്ടെന്ന് കാര്യമില്ല. അപ്പോൾ നല്ല രീതിക്ക് എല്ലാം വാട്ടം തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെള്ളം കൊടുത്തു നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ തുണികളില്ലേ മുറ്റത്ത് ഷീറ്റ് വിരിച്ചിട്ട് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തുണിയേ ഇന്നിടുന്നുള്ളൂ. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമുക്ക് വേറെ ഷീറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി തുണികൾ പിന്നെ ഇടാം, കുറച്ച് നമ്മൾ ഇന്നിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത പണി. അപ്പോൾ ഈ ഷീറ്റ് ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് 2 ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മൾ ബാക്കിലും വെച്ചിട്ടുണ്ട്, ഒരെണ്ണം നമ്മൾ ഇതിലും ഫ്രണ്ടിൽ തുണി ഉണങ്ങാനൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്ന് കുറച്ച് തുണി കുറവാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 2-3 ദിവസം അവിടെ അച്ഛമ്മ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോയ തുണികളൊക്കെയാണ് കേട്ടോ. മഴയും കാലമൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ തണുത്തിട്ട് കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വെയിലത്തിട്ടൊന്ന് ചൂടാക്കിയതും പിന്നെ അലക്കിയതൊക്കെ ആയിട്ടാണ് കേട്ടോ. ആ തുണികളൊക്കെ പുറത്തിട്ടു. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മൾ ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഏട്ടൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചോറും കറിയൊക്കെ ആവണമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ മോര് കാച്ചിയതാണ്. പിന്നെ കൈപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു. ഇത് തലേ ദിവസത്തെ ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് പിള്ളേർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതും എല്ലാം കൂടി കൂട്ടി കഴിച്ചു. നമ്മൾ അടുത്ത പണി ഇതൊക്കെ ഉണങ്ങാനിട്ടത് മടക്കി വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ബാക്ക് വശത്തായിട്ട് കുറേ കുന്നിക്കുരുവെല്ലാം പൊട്ടി താഴത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ 2-3 എണ്ണം പറിക്കാറായതുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതായപ്പോൾ ഞാൻ പോയി വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നേരെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഉണങ്ങാനിട്ട തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് അടുത്ത പണി കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഇന്നത്തെ തുണി ഉണ്ട് കേട്ടോ, അലക്കാനും പിഴിയാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ മടക്കി ഒന്ന് ഉണക്കി കയറ്റിയിട്ട് നമുക്കിനി അടുത്ത പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ മടക്കി നല്ല രീതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ലീവാണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിങ്ങിന് തന്നെ വൈകുന്നേരത്തെ ചായ വേണം കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ വെച്ച് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണി തുടങ്ങാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാലത്ത് അരച്ച് വെച്ച മാവ് ഏകദേശം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒഴിക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഈ പണി കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ മക്കളിരുന്നിട്ട് മമ്മി മാവ് പൊന്തിപ്പോയി വായോ പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേഗം അതൊക്കെ ഒന്ന് പോയി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാനിങ്ങനെ അരി ഉഴുന്നൊന്നും അരക്കാനിട്ടില്ല, കൂടുതലും കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക. അപ്പോൾ പിന്നെ ഇന്ന് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും